ഇതാണ് എൻ്റെ സ്വന്തം വണ്ടി. ആദ്യത്തേതും അവസാനത്തേതും. 2020 സെപ്റ്റംബറിലാണ് ഞാൻ ഈ വണ്ടി സ്വന്തമാക്കുന്നത്. ആൻഡ് ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് ആക്ച്വലി ബുള്ളറ്റിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ നിങ്ങളത് വിശ്വസിക്കണം. 2017 എനിക്ക് ലൈസൻസ് ഉണ്ട്. ആ സമയത്ത് വീട്ടിലൊരു കാറുണ്ട്. പക്ഷേ ഞാൻ ആ സമയത്ത് ബൈക്ക് ഓടിക്കില്ലായിരുന്നു. അത് പഠിച്ചത് സ്വന്തമായി ഒരു വണ്ടി മേടിച്ച ശേഷമാണ്. ആക്ച്വലി എനിക്കൊരു ബൈക്ക് തരാൻ മാത്രം എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ. എൻ്റെ ചേട്ടനും ഫ്രണ്ട്സിനൊക്കെ ആ സമയത്ത് വണ്ടിയുണ്ട്. പക്ഷേ ഞാൻ ബൈക്ക് ആരോടും ചോദിക്കാറില്ല. മെയിൻ റീസൺ അതൊരു കഥയാണ്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അവനൊരു CB ഷൈനും ഉണ്ട്. ഉണ്ടായിരുന്നു. ആൻഡ് ഞാനതൊരു ദിവസം അവൻ്റെ നിന്ന് മേടിച്ച് അങ്ങ് ഓടിച്ചു. ഇനിയുള്ള കഥ നടക്കുന്നത് എക്സാക്ട്ലി ഇവിടെയാണ്. തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ. സാധാരണ KSRTC ഇങ്ങോട്ട് വന്നാൽ ഇടിക്കാറ്. ബട്ട് ഞാൻ KSRTCനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇടിച്ചു. അതും നിർത്താറായ KSRTCനെ. എന്നിട്ട് വീണു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഇവനാണ് അവൻ പെട്ടെന്ന് എണീറ്റ് ആ ബൈക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് എടുത്ത് പൊക്കി എൻ്റെ നിന്ന് വണ്ടി ഓണാക്കി പോകാൻ റെഡിയായി. ആ ടൈമിലാണെങ്കിൽ ഒരാൾക്ക് ഹെൽമെറ്റ് മതിയല്ലോ. ഞാനാണെങ്കിൽ ആ ഹെൽമെറ്റ് അഴിച്ച് കൊടുക്കേണ്ടി വന്നു. എന്തായപ്പോൾ കഥ? അവൻ്റേത് മാസമായി, എൻ്റെ മാനവും പോയി. അതിനുശേഷം ആരോടെങ്കിലും വണ്ടി ചോദിക്കാൻ എനിക്ക് നല്ല മടിയായിരുന്നു. സംഭവം അവരൊന്നും പറയുന്നില്ലായിരിക്കും. എന്നാലും എനിക്ക് വലിയ ഹൈറ്റും ഇല്ല. എൻ്റെ ഇതിലാണെങ്കിൽ സാധാരണ ബൈക്കിനേക്കാൾ സീറ്റ് ഹൈറ്റും ഉണ്ട്. സോ അതുകൊണ്ടൊക്കെയാണ് കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യ മറന്നിട്ടില്ല എന്ന് കാണിക്കാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടത്. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഇൻ ഇറ്റ്. പിന്നെ വണ്ടി, അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ആദ്യത്തെ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ EMI അടയ്ക്കുന്നത് ഞാനങ്ങ് നിർത്തി. പിന്നെ മൊത്തം അമ്മയാണ് അടച്ചത്. അതുകൊണ്ട് തന്നെ അമ്മയായിട്ട് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ ഹാൻഡിലിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ പിടിമുറുക്കിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അതെനിക്ക് കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു.